8 ദിവസം നീണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതത്തിന്റെ അവസാനം എന്താണ്? അറസ്റ്റോ കീഴടങ്ങലോ? 2 ദിവസം നീണ്ട വാദങ്ങൾക്കൊടുവിൽ കോടതി എന്തു പറയും? ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഹർജിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. കേസിൽ അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ഹർജിയിലാകും കോടതി ആദ്യം വിധി പറയുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ കേസിന്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിച്ച പ്രോസിക്യൂഷൻ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തു. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൂടി ഒരുമിച്ച് വിധി പറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും മണിക്കൂറുകളാൽ നിൽക്കുന്ന ആകാംക്ഷ അതിന്റെ അവസാനമാകുന്നു. മിനിറ്റുകൾക്കകം മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, ഉടൻ തന്നെ വിധി വരും. അത് നോട്ട് ടു അറസ്റ്റ് ആപ്ലിക്കേഷനിലും ഒപ്പം മുൻകൂർ ജാമ്യാപേക്ഷയിലും ഒരുമിച്ച് വിധി ഉണ്ടാകുമെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണല്ലോ വരുന്നത്. ഗോകുൽ, ഇവിടെ നോട്ട് ടു അറസ്റ്റ് രാഹുലിനെ ഇതുവരെയും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വരെയും അറസ്റ്റ് ചെയ്യരുത് എന്ന ഉപഹർജി കോടതിയിൽ കൊടുത്തത് പ്രതിഭാഗമാണ്. പക്ഷേ കോടതി ഇതുവരെയും ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞിട്ടില്ല. കാരണം ഏകദേശം ഉച്ചഭക്ഷണത്തിന് മുൻപ് കോടതി പിരിയുന്നതിന് മുൻപ് ഇടവേളയ്ക്ക് മുൻപ് തന്നെ ആ ഒരു കാര്യത്തിൽ തീരുമാനമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ നമുക്ക് കോടതിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതൊരു ഓർഡറായി. ഇനി കോടതി ചേരേണ്ട ആവശ്യമില്ല. ഇനി പ്രോസിക്യൂഷനോ പ്രതിഭാഗമോ ഒന്നും കോടതി മുറിയിലേക്ക് ഇൻ ക്യാമറ പ്രൊസീജിങ്സിന്റെ ഭാഗമായി എത്തേണ്ട ആവശ്യമില്ല. പകരം ഒരു ഓർഡറായി തന്നെ എന്താണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ അന്തിമ തീരുമാനം, വിധി എന്ന കാര്യത്തിൽ തീരുമാനം വരും. സ്വാഭാവികമായി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നാൽ നോട്ട് ടു അറസ്റ്റിന്റെ കാര്യം പിന്നെ അപ്രസക്തമാകും. കാരണം നോട്ട് ടു അറസ്റ്റിൽ കോടതി വിധി ഇനി നാളേക്ക് ഉണ്ടാകുമോ, അതായത് ഈ ഒരു കാര്യത്തിൽ അന്തിമ വാദങ്ങളെല്ലാം കേട്ട ശേഷം ഇവർ നൽകിയിട്ടുള്ള ഡിജിറ്റൽ തെളിവും മറ്റ് സാങ്കേതികമായ തെളിവുകളൊക്കെ എല്ലാം പരിശോധിച്ച ശേഷം കോടതി ഒരു പക്ഷേ നാളത്തേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി പറയാൻ നീട്ടിവെച്ചാൽ എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് പ്രതിഭാഗം ഇത് രാഹുലിനെ നിലവിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഉപഹർജി നൽകിയത്. പക്ഷേ കോടതി ഇതിനും കൂടി വിധി പറഞ്ഞേക്കാം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ നിലപാട് അറിയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ നിയമവിദഗ്ധരും സ്വാഭാവികമായി തന്നെ അഭിഭാഷകരും അറിയിക്കുന്ന വിവരം അനുസരിച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ നിലവിൽ SIT അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, നിലവിൽ ഏതാനും അടുത്ത മണിക്കൂറുകളിൽ തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നോട്ട് ടു അറസ്റ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഇപ്പോഴിതാ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമ്പോൾ ഇനി നോട്ട് ടു അറസ്റ്റിൻ്റെ കാര്യത്തിനകത്ത് കോടതിക്ക് വ്യക്തമായൊരു അല്ലെങ്കിൽ തീരുമാനം പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം നിരത്തിയിട്ടുള്ള ബദലായി അതിനെ കണ്ണിച്ചുകൊണ്ട്, അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞ വാദങ്ങളെ നിരത്തി അതിനെ കണ്ണിച്ചുകൊണ്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ പെൺകുട്ടി ഗർഭചിത്രത്തിന് വേണ്ടിയുള്ള മരുന്ന് കഴിച്ചത് മറ്റൊരു സുഹൃത്തിനോട് ആവശ്യപ്പെട്ടതാണ്, താൻ അതിൻ്റെ നീക്കങ്ങൾ നടത്തിയിട്ടില്ല, താൻ പ്രേരിപ്പിച്ചിട്ടില്ല എന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴിതാ ഇന്നലെയും ഇന്നുമായി നടന്ന വാദപ്രതിവാദങ്ങളിൽ ഈ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഇടപെടലിൻ്റെയും ഒപ്പം തന്നെ വാട്സപ്പിലെ സന്ദേശങ്ങളുടെ ഒക്കെ തന്നെ ഏറെക്കുറെ ഒരു ചിത്രം കോടതിക്ക് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം രണ്ടാമത്തെ കേസിൽ കൂടി SIT നീക്കം തുടങ്ങിയ കാര്യം അതൊരു ഗൗരവ സ്വഭാവത്തോടെ പരിഗണിക്കണമെന്ന കാര്യം കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ നമുക്ക് അറിയുന്നത് രണ്ടാമത്തെ കേസിൽ പോലീസ് ഇന്നലെ വൈകിട്ട് FIR രജിസ്റ്റർ ചെയ്തു. അതിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് നീങ്ങണമെങ്കിൽ അതിൽ രഹസ്യമൊഴിയോ അല്ലെങ്കിൽ പരാതിക്കാരിയെ ആരാണെന്ന് വ്യക്തമാവുകയും പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും വേണം. ഇന്നലെ ഈ പരാതി അയച്ച മെയിലിലേക്ക് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് തിരിച്ചൊരു റിപ്ലൈ അയച്ചിട്ടുണ്ട്. എവിടെ വെച്ച് എപ്പോൾ ഈ മൊഴി നൽകാൻ സാധിക്കുമെന്ന് ഈ പെൺകുട്ടിയുടെ ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ കേസിൽ ഇനി ഒരു പക്ഷേ മുൻകൂർ ജാമ്യം രാഹുലിന് നൽകിയാൽ, മുൻകൂർ ജാമ്യം കിട്ടി രാഹുലിനെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ കൂടി രണ്ടാമത്തെ കേസിൽ ഏറ്റവും വേഗത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി ഇന്നോ നാളെയോ രേഖപ്പെടുത്താൻ സാധിച്ചാൽ അടുത്ത മണിക്കൂറിൽ തന്നെ രണ്ടാമത്തെ കേസിൽ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ കോടതിയിലേക്ക് രാഹുലിൻ്റെ അഭിഭാഷകൻ എത്തണം. അപ്പോഴും SITക്ക് പിടികൊടുക്കാതെ രാഹുൽ ഈ 8ാം ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് മാറി നിൽക്കും. പക്ഷേ അതിനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല. ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ മണിക്കൂറുകളാണ് ആ വാർത്ത വന്നത്. രാഹുലിനെ ബാംഗ്ലൂരിലേക്ക് എത്താൻ സഹായിച്ച ആ ഡ്രൈവറെയും കൂട്ടാളിയെയും ഇതിനോടകം തന്നെ SIT പിടികൂടി ചോദ്യം ചെയ്യുകയാണ്. വരുന്ന മണിക്കൂറിൽ രാഹുൽ പിടിയിലാകും. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് മുൻപ് തന്നെ രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക ഏറെ നിർണായകമാണ്. പക്ഷേ അതിന് സാധിക്കുമോ എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ ഗർഭചിത്രം നടത്തി അടക്കമുള്ള കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്തിമമായ തീരുമാനം അല്ലെങ്കിൽ വിധി പറയും. മനീഷ, അത്ര സാധാരണമായ ഒരു വാദമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നടന്നത്.
അത് വിശദമായ തെളിവുകൾ പരിശോധിച്ചു. ഇന്നലെയാണെങ്കിൽ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയായിരുന്നു. ഇന്ന് രണ്ടാമത്തെ കേസ് കൂടി പ്രോസിക്യൂഷൻ മെൻഷൻ ചെയ്തു. ഒപ്പം പ്രതിഭാഗത്തിന്റെ വാദങ്ങളും നടന്നു. അങ്ങനെ നീണ്ട ഒരു വാദത്തിന് ശേഷമാണ് അത് നോട്ട് ടു അറസ്റ്റിലായാലും ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിലായാലും വിശദമായ ഒരു വാദം തന്നെ ഈ കേസിന്റെ മെറിറ്റിലേക്കടക്കം കോടതി പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗോകുൽ, അങ്ങനെ അനിതര സാധാരണമായ നടപടിക്രമങ്ങൾ വഞ്ചിയൂർ കോടതിയിൽ നടന്നു. സാധാരണഗതിയിലൊക്കെ തന്നെ ഇരകളാണ് ഇൻ ക്യാമറ വേണം, കോടതിയിൽ അത് രഹസ്യ സ്വഭാവമായി പരിഗണിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിൽ കോടതി അത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടണമെങ്കിൽ ഇതിവിടെ കോടതിയിൽ ആദ്യം അങ്ങനെയുള്ളൊരു ഹർജി അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് പ്രതിഭാഗമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഇരയുടെയും പ്രതിഭാഗത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അടച്ചിട്ട കോടതി മുറിയിൽ ഇന്നലെ മുതൽ വാദപ്രതിവാദങ്ങൾ നടന്നു. ഈ കേസിൻ്റെ മറ്റൊരു സവിശേഷത, ഇവിടെ വാദപ്രതിവാദങ്ങളിൽ ഏറിയ പങ്കും വാക്കാലാണ് തെളിവുകളായി അല്ലെങ്കിൽ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രണ്ട് കൂട്ടർ സമർപ്പിച്ചത്. ഇനി തെളിവുകളായി നൽകിയതിൽ ഡിജിറ്റൽ തെളിവുകളാണ്. നേരത്തെ അതായത് പുതിയ കാലത്തെ ഓരോ കേസുകളുടെ പ്രത്യേകത, ഇപ്പോൾ കോടതിയിൽ ലഭിക്കുന്ന ഏറെക്കുറയും കേസുകളിലും തെളിവുകളായി ലഭിക്കുക പലപ്പോഴും നമ്മുടെ ഗാഡ്ജറ്റിലെ വിവരങ്ങളായിരിക്കും. അതായത് വാട്സപ്പിലെ സ്ക്രീൻഷോട്ടുകൾ, ശബ്ദ സന്ദേശങ്ങൾ, വീഡിയോ കോൾ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തവ, ഒപ്പം തന്നെ വീഡിയോ, അങ്ങനെ പലതരത്തിലുള്ള തെളിവുകളാണ്. അത്തരം തെളിവുകൾ കോടതിക്ക് പരിശോധിക്കുക. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ ഒരു പരിശോധന മാത്രം കോടതിക്ക് നടത്തിയാൽ പോരാ, അതിൻ്റെ ശാസ്ത്രീയ വശം കൂടി കോടതിക്ക് തേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ വാദം ഏകദേശം പൂർത്തിയാക്കാമായിരുന്നു കോടതിക്ക്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടി കോടതിക്ക് പരിഗണിക്കേണ്ടിയിരുന്നു. ഇന്ന് വീണ്ടും കോടതി ഇത് നീട്ടിവെച്ചു, വാദം രണ്ട് കൂട്ടർക്ക് നടത്താൻ നീട്ടിവെച്ചു. അപ്പോഴിതാ പ്രോസിക്യൂഷനാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് രാഹുലും ഈ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ചാറ്റുകളുടെയും പൂർണ്ണ രൂപം കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും കോടതിയിൽ നൽകി. അങ്ങനെ കോടതിക്ക് ഏറെക്കുറെ ഒരു ചിത്രം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്ന പ്രതിഭാഗത്തിൻ്റെ വാദത്തെ കോടതി ഏത് വിധത്തിൽ അതിനെ അംഗീകരിക്കും? കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് CPM-ൻ്റെയും BJP-യുടെയും രാഷ്ട്രീയ പ്രേരിതമായൊരു ഗൂഢാലോചനയാണ്. നടക്കുമുള്ള കാര്യങ്ങൾ വെറും വാദങ്ങളായി പറയുന്നുണ്ടെങ്കിൽ അത്തരം വാദഗതികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ അതിന് എന്തൊക്കെ തരത്തിലുള്ള കാതലുണ്ട്, അത് കോടതിയിൽ എങ്ങനത്തോളം നിലനിൽക്കുമെന്നാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. സ്വാഭാവികമായി തന്നെ കോടതി അത്തരം വാദഗതികളെ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം സ്വാഭാവികമായി തന്നെ കോടതിയിൽ തെളിവുകൾക്കാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകൾക്കും സാക്ഷി മൊഴികൾക്കും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള മറ്റു സുപ്രധാനമായ ഡോക്യുമെന്റ്സിനൊക്കെ തന്നെയാണ് കോടതി പലപ്പോഴും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വില കൽപ്പിക്കുക. അങ്ങനെ വില കൽപ്പിക്കുമ്പോൾ നിലവിൽ ആരുടെ തട്ടാണ് താണിരിക്കുക? അതായത് പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള രാഹുലിനെതിരായ വാദഗതികളുടെ തട്ടാണോ താണിരിക്കുക? ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇവിടെ പ്രതിഭാഗം നടത്തിയിട്ടുള്ള വാദങ്ങൾ അതിലേറെക്കുറയും രാഹുലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. രാഹുൽ ഒരു തരത്തിലുള്ള പീഡനവും നടത്തിയിട്ടില്ല. പെൺകുട്ടിയുമായി ഉള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ, പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു തരത്തിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെ കണ്ടിക്കുന്ന തെളിവുകൾ ഇതിനോടകം തന്നെ പ്രോസിക്യൂഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇന്നലെ വൈകിട്ട് രണ്ടാമത്തെ പരാതി കൂടി വന്ന്, രണ്ടാമത്തെ പരാതിയിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗമടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ സാധിച്ചത് പ്രോസിക്യൂഷന് കിട്ടിയ ഒരു വലിയ അനുകൂല ഘടകമാണ്. അത് ഇന്ന് ആദ്യം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ആദ്യ വാദമുഖമായി പറഞ്ഞത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് കേസ് ഒറ്റപ്പെട്ട കേസല്ല, വീണ്ടും രണ്ടാമതൊരു കേസ് ഇന്നലെ SIT ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ കേസ് അത്രത്തോളം ഗൗരവത്തോടെ കോടതി കാണണം എന്നൊരു വാദമുഖം ആദ്യം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ സ്വാഭാവികമായി തന്നെ ഈ പരാതിക്കാരിയോ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴിയോ രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ SITക്ക് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ഈ നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒന്നാമത്തെ കേസിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ കോടതി എടുക്കുന്ന തീരുമാനം ഏറ്റവും നിർണായകമായിരിക്കും. കോടതിയുടെ തീരുമാനം വൈകുമോ എന്ന് കരുതിയാണ് കോടതിയുടെ തീരുമാനം വരുന്നത് വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഒരു ഉപഹർജി ഇന്ന് രാവിലെ നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജി ഇന്ന് പ്രതിഭാഗം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കൊടുത്തത്. പക്ഷേ രണ്ട് ഹർജികളും ഒരുപോലെ, മുൻകൂർ ജാമ്യ ഹർജിയും ഒപ്പം തന്നെ ഈ നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയും ഒരുമിച്ച് പരിഗണിക്കാം. ഇനി കോടതി ചേരേണ്ട ആവശ്യമില്ല. ഒരു ഉത്തരവായി അല്ലെങ്കിൽ ഒരു വിധിയായി കോടതി അത് പുറപ്പെടുവിക്കും. അതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കോടതി നടപടികൾ ഏകദേശം 3 മണി 4 മണി 5 മണിക്കുള്ളിൽ തന്നെ കോടതി നടപടികൾ പിരിയേണ്ടതുണ്ട്. അതിനു മുൻപ് തന്നെ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതിനു മുൻപേ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ? ബാംഗ്ലൂരിൽ നിലവിൽ അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും
ബഗലൂരിൽ നിന്നും തമിഴ്നാട് കർണാടക അതിർത്തിയായ ബഗലൂരിൽ നിന്നും 2 ദിവസങ്ങൾക്ക് മുൻപേ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗ്ലൂരിലേക്ക് എത്തിയെന്ന വിവരം SITക്ക് ലഭ്യമായിരുന്നു. ഇപ്പോഴിതാ രാഹുലിന്റെ കൂട്ടാളിയെയും അവിടെ എത്തിച്ച സുഹൃത്തിനെയും ഡ്രൈവറെയും കണ്ടെത്താൻ സാധിച്ചത് കേസിൽ SITക്ക് അനുകൂല ഘടകവും വരുന്ന മണിക്കൂറിൽ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴിതാ ഈ കേസിന്റെ വിധി വരുന്നതിന് മുൻപേ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.